ടെക്നോളജി ഇൻഡസ്ട്രി പണ്ടൊക്കെ നല്ല ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും പ്രൊഫഷണൽ ഗ്രോത്തും ഉള്ളൊരു ഇൻഡസ്ട്രി ആയിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വലിയൊരു ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് ഈ ഇൻഡസ്ട്രി കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. 2025 ടെക് ജയൻസ്, അതായത് ആമസോണും ഗൂഗിൾ പോലുള്ള വലിയ കമ്പനീസ് നടന്ന ലേ ഓഫ്സിൽ ലോകം മുഴുവനായി 97,000-ലധികം എംപ്ലോയീസിൻ്റെ ജോലിയാണ് നഷ്ടമായത്. ഇത് ബാക്കി പ്രൊഫഷണൽസിനെ ഒരു അൺസർട്ടനിറ്റിയിൽ ആക്കിയിരിക്കുകയാണ്. ഈ ഫീൽഡിലേക്ക് വരുന്ന ന്യൂ കമേഴ്സിന് ഇത് കാണുമ്പോൾ ശരിക്കും പേടി തോന്നിയേക്കാം. കാരണം ഏകദേശം 36% ജോബ് പോസ്റ്റിംഗ് ഗോസ്റ്റ് ജോബ്സ് ആണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ഈ പൊസിഷൻസിൽ വെറുതെ പോസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. ചിലപ്പോൾ ആളെ എടുത്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻഡസ്ട്രി അറിയാൻ വേണ്ടി മാത്രം ഇടുന്ന ജോബ് പോസ്റ്റുകൾ എന്നാണ് 2025 അവസാന കാലഘട്ടത്തുമ്പം ഈ ഒരു മേഖലയെക്കുറിച്ച് കിട്ടുന്ന വലിയൊരു അപ്ഡേറ്റ്. ഈ ഹെഡ്ലൈൻസിൽ കാണുന്നത് മാത്രമല്ല ടെക് ജോബ് മാർക്കറ്റിൻ്റെ യഥാർത്ഥ അവസ്ഥ. കാര്യം കുറച്ചുകൂടി ന്യൂആൻസ്ഡ് ആണ്. ലേയോസ് ആണ് ന്യൂസിൽ നിറയെങ്കിലും അതിന് പാരലായിട്ട് വേറെ ചില സെക്ടേഴ്സിൽ വളരെ വേഗത്തിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലുള്ള റോൾസിന് ഭയങ്കര ഡിമാൻഡാണ്. കാരണം കമ്പനീസ് ഈ എമർജിംഗ് ടെക്നോളജി വലിയ മാസീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടത്തുന്നത്. ഈ പ്രതിഭാസം കാണിക്കുന്ന ഒരു വലിയ ഷിഫ്റ്റാണ്. മാർക്കറ്റ് തകരുകയല്ല, അത് ഇവോൾവ് ആവുകയാണ് എന്നുള്ളതാണ്. പണ്ട് ടൈപ്പ് റൈറ്റിൽ നിന്നും ആൾക്കാർ കമ്പ്യൂട്ടറിലേക്ക് മാറിയപ്പോൾ എവല്യൂഷൻ പോലെ പേജറിൽ നിന്ന് മൊബൈലിലോട്ടും കീപാഡ് മൊബൈലിൽ നിന്ന് സ്മാർട്ട് ഫോണിലേക്കും സ്വിച്ച് ചെയ്തപ്പോഴുണ്ട് എവല്യൂഷൻ പോലത്തെ സെയിം എവല്യൂഷനാണ് ഇപ്പോഴും നടക്കുന്നത്. ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റാ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, മേൺ സ്റ്റാക്ക്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അക്കൗണ്ടിംഗ് തുടങ്ങിയ വീഡിയോയിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗ് എയിം എന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് കരിയർ ഗ്യാപ്പ് എന്നൊരു IT കരിയർ എനേബിൾ ചെയ്യാന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ ഐ എം സാഹിർ. വെൽക്കം ടു ദി വീഡിയോ ഓഫ് എഡ്യൂ ലേണിംഗ്. ഞാൻ ഈ വീഡിയോയിൽ ഞാൻ മനസ്സിലാക്കിയ ടെക് സെക്ടറിലെ കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ടെക് സെക്ടറിലെ ലേയോസ് കാണുമ്പോൾ പലരും കരുതുന്നത് ഈ ഇൻഡസ്ട്രി മൊത്തത്തിൽ തകർന്നു പോയി എന്നതായിരിക്കും. പക്ഷേ സത്യത്തിൽ പറഞ്ഞാൽ അത്ര സിമ്പിളല്ല, കുറച്ച് കോംപ്ലക്സ് ആണ്. കമ്പനീസ് ഇപ്പോൾ സ്ട്രാറ്റജിക്കലി ആണ് ജോലികൾ വെട്ടിക്കുറയ്ക്കുന്നത്. അതായത് ലോങ് ടേം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിന് നേരിട്ട് ഗുണം ചെയ്യാത്ത റോൾസ് നിന്നാണ് പ്രധാനമായും ആൾക്കാരെ കുറയ്ക്കുന്നത്. ഉദാഹരണത്തിന് ആമസോൺ AWS ടീമിൽ നിന്ന് കുറച്ച് പേരെ ഈയിടെ ലേ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, പ്രൊജക്ട്സ് എന്നിവയിൽ പ്രവർത്തിക്കുന്ന കോർ ടീമുകളെ ഇത് വലിയ തോതിൽ ബാധിച്ചിട്ടില്ല. അവിടെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹയറിംഗ് നടക്കുന്നുണ്ട്. ഈ ഒരു വ്യത്യാസം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണലിൻ്റെ വാല്യൂ ഇപ്പോൾ തീരുമാനിക്കുന്നത് പുതുതായി വളർന്നു വരുന്ന ഹൈ ഗ്രോത്ത് ഉള്ള ഏരിയാസിൽ അവർക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നത് ആശ്രയിച്ചാണ്. ഈ ലേ ഓഫ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടി തോന്നാമെങ്കിലും മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു വഴി കൂടിയാണിത്. ഇതൊരു ഇൻഡസ്ട്രി തകരുന്നതിൻ്റെ സൂചനയല്ല, മറിച്ച് ടെക്നോളജിയുടെ ഭാവി തീരുമാനിക്കുന്ന ഏരിയാസിലേക്ക് കമ്പനീസ് അവരുടെ ഫോക്കസ് മാറ്റുന്നതാണ്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് മാത്രമുള്ളവർ അല്ലെങ്കിൽ ഡിമാൻഡ് കുറഞ്ഞ ടെക്നോളജീസിനെ പിടിച്ചു നിൽക്കുന്നവർ, ഇവരെ ഇപ്പോൾ മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും കമ്പനീസ് പിരിച്ചുവിട്ടിട്ടേ ഉള്ളൂ. പുതിയ സ്കിൽ നേടിയെടുക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു സാഹചര്യം വളരെ നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് ഗോസ്റ്റ് ജോബ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായി. 2020 ഏകദേശം 36% ടെക് ജോബ്സും മിസ്ലീഡിംഗ് എന്നാണ് പറയപ്പെടുന്നത്. ആപ്ലിക്കൻസിനും ഈ ഇൻഡസ്ട്രിയിലേക്ക് പുതുതായി വരുന്ന ന്യൂ കമേഴ്സും വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുമുണ്ട്. ഗോസ്റ്റ് ജോബ്സ് മിക്കപ്പോഴും ഉപയോഗിക്കുന്നത് റെസ്യൂം കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻട്രസ്റ്റ് മോണിറ്റർ ചെയ്യാനോ വേണ്ടിയാണ്. ഈ ഒരു ഫിനോമിനൻ കാരണം ജോബ് സീക്കേഴ്സിന് ഏതൊക്കെ റോൾസാണ് ലെജിറ്റിമേറ്റ് എന്നും ഏതൊക്കെയാണ് വർത്ത് പെർസ്യൂയിങ് എന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ ചലഞ്ചിനെ നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ നോർമൽ ഒരു പാത്ത്, അതായത് ഹയറിംഗ് വെബ്സൈറ്റ്സ്, നൗക്രിയോ, ഇന്ത്യയിലെ പോലുള്ള വെബ്സൈറ്റ്സിന് പകരം നിങ്ങൾ എപ്പോഴും സ്വന്തമായിട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുമ്പോൾ ലിവറേജ് ചെയ്ത് ഹിഡൻ റോൾസ് കണ്ടെത്താൻ പഠിക്കണം. ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ ഫ്രസ്ട്രേറ്റഡ് ആകുമെങ്കിലും ഗോസ്റ്റ് ജോബ്സ് വെളിപ്പെടുത്തുന്ന മറ്റൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈസ് നോട്ട് ലാക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ഇറ്റ് ഈസ് ഷിഫ്റ്റിംഗ് ഇറ്റ്സ് ഫോക്കസ് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സാഹചര്യം നിങ്ങൾക്ക് എഡ്യൂർ പോലുള്ള പ്ലാറ്റ്ഫോംസ് വളരെ ഹെൽപ്ഫുൾ ആവുന്നു. ഞങ്ങളുടെ ഒരു പേഴ്സണൽ നെറ്റ്വർക്ക് ഏകദേശം 250-300 കമ്പനീസ് ഉണ്ട്. ഇവരുടെ ഹിഡൻ ജോബ് റോൾസ് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള നമ്മുടെ കമ്മ്യൂണിറ്റി ഭാഗമായിട്ടുള്ള മെമ്പേഴ്സിന് നമ്മൾ ഇത്തരം കമ്പനീസിലായിരിക്കും ജോബ് ഓപ്പണിങ്സ് കൊടുക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് ഇവിടെ പഠിക്കുന്ന ഞങ്ങളുടെ ഇവിടുത്തെ പ്രൊജക്റ്റ് കഴിഞ്ഞ് ഒരു ബേസിക് ആയിട്ടുള്ള അവയർനെസ് ഉള്ള ടെക് ജോബുള്ള ടെക്നോളജി ഉള്ള ആൾക്കാർക്കാണ് ഞങ്ങളവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് കമ്പനിക്ക് നമ്മൾ ഭയങ്കരമായിട്ട് അക്സെപ്റ്റൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എളുപ്പത്തിൽ ജോലി നേടാൻ കഴിയുന്നതാണ്. ഇന്നത്തെ എക്കണോമിയുടെ തന്നെ ബാക്ക് ബോൺ എനിക്ക് തോന്നുന്നു AI-യും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ആണെന്നൊക്കെ പറയാം. കമ്പനികൾ ബില്യൺസ് ആണ് ഇതിൻ്റെയൊക്കെ ക്യാപ്പബിലിറ്റീസിലും ഇൻഫ്രാസ്ട്രക്ചർ
എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 2025 മാത്രം ഏറ്റവും വലിയ 4 ടെക് കമ്പനികളിൽ $300 ബില്യൺ ആണ് ലാസ്റ്റ് ഇയറിനെ അപേക്ഷിച്ചിട്ട് AI-ക്കും ക്ലൗഡ് ടെക്നോളജിക്കും വേണ്ടി സ്പെൻഡ് ചെയ്തതെന്നാണ് കണക്കുകൾ പറയുന്നത്. AI റിലേറ്റഡ് ജോബ് റോളുകൾക്കുള്ള ജോബ് പോസ്റ്റിംഗ് ഈ വർഷം 7 മടങ്ങാണ് കൂടിയത്. ഇത് കാണിക്കുന്നത് സപ്ലൈനേക്കാൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ടെന്നാണ്. മെഷീൻ ലേണിംഗ്, ന്യൂറൽ നെറ്റ്വർക്ക്സ്, AI ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ AWS, അഷ്യൂർ, ഗൂഗിൾ ക്ലൗഡ് പോലുള്ള ക്ലൗഡ് പ്ലാറ്റ്ഫോമുകളിലും സ്കിൽഡ് പ്രൊഫഷണൽസിന് വൺ ഡിമാൻഡാണ്. അതായത് ജനറലിസ്റ്റ് റോളിനേക്കാൾ സ്പെഷ്യലൈസ്ഡ് ഫോർവേഡ് ലുക്ക് സ്കിൽസ് ഉള്ളവർക്ക് ഇപ്പോൾ കമ്പനീസ് മുൻഗണന കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതിനർത്ഥം നിങ്ങൾ എപ്പോഴും ഇവോൾവ് ആകുന്ന ടെക്നോളജിക്കൽ പ്രയോറിറ്റീസ് അനുസരിച്ച് അവിടെ നിങ്ങളുടെ സ്കിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ്. ഇപ്പോഴത്തെ ജോബ് മാർക്കറ്റിൽ നമുക്ക് ടെക് ജോബുകളെ 3ആയിട്ട് തരംതിരിക്കാൻ, അല്ലെങ്കിൽ ടെക് പ്രൊഫഷൻസ് 3ആയിട്ട് തരംതിരിക്കാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് വൺ റീപ്ലേസ്, സെക്കൻഡ് വൺ അഡാപ്റ്റബിൾ, ആൻഡ് തേർഡ് വൺ വൾണറബിൾ. റീപ്ലേസബിൾ പ്രൊഫഷൻസ് ഇങ്ങനെയുള്ളവർ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇവരുടെ സ്കില്ലിന് മാർക്കറ്റിൽ വലിയ ഡിമാൻഡാണ്. ഉദാഹരണത്തിന് AI എഞ്ചിനീയേഴ്സ്, ക്ലൗഡ് ആർക്കിടെക്ട്സ്, പിന്നെ ഡേറ്റാ സയൻറ്റിസ്റ്റ്. ഇവരെ കിട്ടാൻ വേണ്ടി കമ്പനീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പീറ്റ് ചെയ്യുക, അവർ നല്ല ബോണസ് നൽകുകയും നല്ല ജോബ് സെക്യൂരിറ്റീസ് ഒക്കെ കൊടുക്കുകയും ചെയ്യും. ഈ അടുത്ത കാലത്താണ്, നിങ്ങൾ കണ്ടോയെന്ന് അറിയത്തില്ല, മെറ്റ $250 മില്യൺ, അതായത് ഏകദേശം 1700 കോടി രൂപ സാലറി നൽകി ഒരു ML എഞ്ചിനീയർ ഹയർ ചെയ്തത്. ഇവരുടെ എക്സ്പെർട്ടീസാണ് ഇനി വരുന്ന കാലഘട്ടത്തിലെ ഇന്നൊവേഷനെ ഡ്രിവൻ ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ ലേ ഓഫ് ഉണ്ടായാലേ ഇവർക്കൊരു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. സോ ഇത്തരത്തിലുള്ള ഇറീപ്ലേസിബിൾ പ്രൊഫഷണലായിട്ട് മാറാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. എഡ്യൂൾ ലേണിംഗിലെ എല്ലാ പ്രോഗ്രാംസും, ഇപ്പോൾ ഡേറ്റാ സയൻസ് ആണെങ്കിൽ, ഡേറ്റ അനലിറ്റിക്സ് ആണെങ്കിൽ, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണെങ്കിലും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എല്ലാം AI ഇൻ്റഗ്രേറ്റഡ്, അതായത് AI റിലേറ്റഡ് ടൂൾസും അതിലുള്ള പ്രൊജക്ട്സും ഒക്കെ ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇപ്പം ഇത് കമ്പനീസിലുള്ള സ്കില്ലുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്തിട്ടാണ്, അവർക്ക് വേണ്ട സ്കിൽസായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ ഈ സിലബസൊക്കെ ഡിസൈൻ ചെയ്യണം, പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ എഡ്യൂറിൽ അത്യാവശ്യം നല്ല പ്ലേസ്മെൻറ്റ് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് യു ക്യാൻ കണക്ട് വിത്ത് us at 9746211123. രണ്ടാമതാണ് അഡാപ്റ്റബിൾ പ്രൊഫഷണൽസ്. ഇവർ ചിലപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ഡിമാൻഡുള്ള ജോബിലായിരിക്കില്ല, പക്ഷേ റിലവൻ്റായി നിൽക്കാൻ വേണ്ടി ഇവർ ആക്റ്റീവായിട്ട് അപ്സ്കിൽ ചെയ്യും. ഇവർ മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും സർട്ടിഫിക്കേഷൻസ് എടുക്കുകയും പുതിയ ടെക്നോളജിയുള്ള പ്രൊജക്ട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഭാവിയിലെ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി സ്മാർട്ടായിട്ട് പ്ലാൻ ചെയ്യുകയും ചെയ്യും. മാർക്കറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ പുതിയ ട്രെൻഡ്സിനനുസരിച്ച് മാറാൻ ഇവർ റെഡിയാണ്, പഠിക്കാൻ റെഡിയാണ്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് എംപ്ലോയീസ് ആണ് വൾണറബിൾ പ്രൊഫഷൻസ്. പഴയ സ്കില്ലിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന, പുതിയ ടെക്നോളജീസ് പഠിക്കാൻ മടിക്കുന്ന, ഇൻഡസ്ട്രിയിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാത്ത ആളുകളാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഇങ്ങനെയുള്ളവർ ഇപ്പോഴൊന്നല്ല, എല്ലാ കാലത്തും ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും AI, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡേറ്റ ഡ്രിവൺ സൊല്യൂഷൻസ്, ഇവയിലൊക്കെ ഇന്നൊവേഷൻസ് കൊണ്ടുവരുന്ന എംപ്ലോയീസിനാണ് കമ്പനീസ് ഇപ്പോൾ പ്രിവിലേജ് കൊടുക്കുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ നിങ്ങൾ ഈ കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിലാണ് കറൻറ്റ്ലി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ പുതിയ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏത് കാറ്റഗറിയിലാകണമെന്ന് ആഗ്രഹിക്കുന്നത് ചിന്തിക്കുക. എവിടെയാണ് നിങ്ങൾ അസസ് ചെയ്യുന്നേറ്റം അവരുടെ സ്കിൽ സെറ്റ് ഗ്യാപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കുകയും മാറിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനും ക്ലിയർ സ്ട്രാറ്റജി ഉണ്ടാക്കാനും, എവിടെയാണ് നിൽക്കുന്നത് മനസ്സിലാക്കിയാൽ ഈ മാറിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനും ഒരു ക്ലിയർ സ്ട്രാറ്റജി ഉണ്ടാക്കാനും സാധിക്കത്തുള്ളൂ. നിങ്ങൾ ഇനിയൊരു കാലഘട്ടത്തിൽ വിജയിക്കാനായിട്ട് ഏറ്റവും വേണ്ട സ്കില്ലെന്ന് പറയുന്നത് ഫാസ്റ്റായിട്ട് സ്കിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പ്രൊഫഷണൽസ് വെറുതെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ. ഇന്നത്തെ കമ്പനി വാല്യൂസ് നൽകുന്ന സ്കിൽസ് അവർ ആക്റ്റീവ്ലി നേടിയെടുക്കണം. അതുപോലെ നാളെ വാല്യൂബിൾ ആകാൻ പോകുന്ന സ്കിൽസ് മുൻകൂട്ടി കാണുകയും വേണം. പ്രധാനപ്പെട്ട ചില ഇൻ ഡിമാൻഡ് സ്കിൽസ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിനൊരു തർക്കവും വേണ്ട. മെഷീൻ ലേണിംഗ്, ഇവരുടെ ജോബ് റോൾസ് AI മോഡൽസ് ഡിസൈൻ ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള കഴിവ് ആണ്. AI സ്കിൽസിൽ മെഷീൻ ലേണിംഗ് അൽഗോരിസം, ഡീപ്പ് ലേണിംഗ് ഫ്രെയിംവർക്സ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, കമ്പ്യൂട്ടർ വിഷൻ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. രണ്ടാമത്തേതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അതായത് ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് ആയ AWS, ഗൂഗിൾ ക്ലൗഡ്, അഷ്യൂർ പോലുള്ള ക്ലൗഡ് പ്ലാറ്റ്ഫോംസുള്ള അറിവാണ് ഇവരെ ബേസിക്കലി കമ്പനി നോക്കുന്നത്. ക്ലൗഡ് സ്കില്ലിൽ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ്, സെർവർലെസ് കമ്പ്യൂട്ടിംഗ്, ക്ലൗഡ് സെക്യൂരിറ്റി പ്രാക്ടീസസ് എന്നിവ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. മൂന്നാമത്തേതാണ് ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് ഡേറ്റ സയൻസ്. ഓർഗനൈസേഷൻസ് ഇപ്പോൾ കൂടുതലായും ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിങ്ങിനാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഡേറ്റ കളക്ഷൻ, ഡേറ്റ വിഷ്വലൈസേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ എന്നിവയുള്ള സ്കില്ല് വളരെ ക്രിട്ടിക്കലാണ്. അടുത്ത സ്കില്ലാണ് സൈബർ സെക്യൂരിറ്റി. സിസ്റ്റം എല്ലാം കൂടുതൽ ഇൻ്റർ കണക്റ്റ് ആകുന്നത് കൊണ്ട് തന്നെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിവുള്ള പ്രൊഫഷണൽസിന് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. നാലാമത്തെ സ്കില്ലാണ് വെബ് ആൻഡ് മൊബൈൽ ഡെവലപ്മെൻറ്റ്. മോഡേൺ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ റിലവൻ്റ് ആണ്. പക്ഷേ ഡെവലപ്പേഴ്സ് ഇപ്പോൾ അവരുടെ സൊല്യൂഷൻസ് AI ക്ലൗഡ് സർവീസസുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നത്. ഡെവോപ്സും ഓട്ടോമേഷൻസും അതും അടുത്ത നല്ലൊരു മേഖലയാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന. കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ, കണ്ടിന്യൂസ് ഡിപ്ലോയ്മെൻറ്റ്, ഓട്ടോമേറ്റഡ് വർക്ക് ഫോഴ്സ് എന്നിവ മനസ്സിലാക്കുന്നത് എഫിഷ്യൻസി കൂട്ടും. അങ്ങനെയുള്ള പ്രൊഫഷൻസിന് ഡിമാൻഡ് കൂടുകയും ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെ കരിയർ ട്രാൻസിഷൻ, നിങ്ങളിപ്പം ഈ പറഞ്ഞ സ്കില്ലൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ ട്രാൻസിഷൻ ചെയ്യാമെന്നുള്ള അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത്. 2024 ടെക് ജോബ് മാർക്കറ്റിൽ വിജയമായി മുന്നോട്ട് പോകാൻ സ്ട്രാറ്റജിക് തിങ്കിങ്, കണ്ടിന്യൂസ് ലേണിംഗ്, പ്രൊആക്റ്റീവ് പൊസിഷനിങ് എന്നിവയുടെ ഒരു കോമ്പിനേഷൻ ആവശ്യമാണ്. നിങ്ങളുടെ കരിയറിൽ ഒരു മാറ്റം വരുത്തണം അല്ലെങ്കിൽ അത് സ്ട്രെങ്തൻ ചെയ്യാനും ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽസ് ചില സ്ട്രാറ്റജീസ്
പരിചയിക്കണം. അതിൽ ഫസ്റ്റ് വൺ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ തുടർച്ചയായിട്ട് അപ്സ്കിൽ ചെയ്യണം. AI, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡേറ്റ അനലിറ്റിക്സ് കൂടാതെ മറ്റ് ഗ്രോത്ത് ഏരിയാസിൽ എക്സ്പെർട്ടീസ് ഉണ്ടാക്കിയെടുക്കാൻ ഓൺലൈൻ കോഴ്സസോ സർട്ടിഫിക്കേഷൻസോ ഹാൻഡ്സ് ഓൺ പ്രൊജക്റ്റ് എന്നിവയൊക്കെ ചെയ്യുക. ഏതെങ്കിലും കമ്മ്യൂണിറ്റിയുടെ അംഗമാകുക. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടെന്ന് കാണിക്കാനുള്ള കഴിവ് നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് വ്യത്യസ്തനാക്കും. രണ്ടാമത്തത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ശീലമാക്കുക എന്നുള്ളതാണ്. ചേഞ്ച് പലപ്പോഴും നമ്മളെ പേടിപ്പെടുത്തുന്നത്, എന്നാൽ മാറ്റേണ്ടുള്ള പേടി പലപ്പോഴും സ്റ്റാഗ്നേഷൻ, വളർച്ചയില്ലാത്തൊരവസ്ഥയാണ്. മാർക്കറ്റിലെ ഷിഫ്റ്റിനെ ത്രെറ്റായി കാണാതെ ഓപ്പർച്യൂണിറ്റീസായി കാണുന്ന പ്രൊഫഷണൽസ് അവരുടെ ലോങ് ടൈം സക്സസ് ഉറപ്പായും ലഭിക്കും. ദെൻ സ്ട്രാറ്റജിക്കലി നെറ്റ്വർക്ക് ചെയ്ത് നന്നായി വളരുന്ന ടെക് സെക്ടേഴ്സിൽ കണക്ഷൻസ് ഉണ്ടാക്കുന്നത് എമേർജിംഗ് ട്രെൻഡ്സിനെ കുറിച്ച് ഇൻസൈറ്റ്സ് തരാണ് ഹിഡൻ ഓപ്പർച്യൂണിറ്റീസിലേക്ക് വഴി തുറക്കാനും സഹായിക്കും. നേരത്തെ സൂചിപ്പിച്ച എന്തെങ്കിലും മേഖലകൾ, പ്രൊഫഷണൽ കമ്മ്യൂണിറ്റീസോ ഫോറംസോ ഇൻഡസ്ട്രി ഇവൻറ്റ്സോ എന്നിവയിലേക്ക് ഇന്ന് തന്നെ ഭാഗമാകാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് മാർക്കറ്റ് ട്രെൻഡ്സിനെ കുറിച്ച് അറിയുന്നത്. മാർക്കറ്റ് ട്രെൻഡ്സിനെ കുറിച്ച് വെറുതെ റിസർച്ച് ചെയ്താൽ മാത്രം പോരാ. ഏതൊക്കെ സ്കിൽസിനാണ് ഹൈ ഡിമാൻഡ് ഉള്ളതെന്നും ഏതൊക്കെ കമ്പനീസാണ് എമർജിംഗ് ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും എവിടെയാണ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്നും അനലൈസ് ചെയ്യണം. മാർക്കറ്റ് ഇവോൾവ് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞു. മാർക്കറ്റ് ഇവല്യൂഷന് നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ നിന്നും മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റിലോട്ടും വെബിലോട്ടും ക്ലൗഡ് ബേസ്ഡ് സൊല്യൂഷൻസിലോട്ടൊക്കെ കമ്പനി മാറിയതിൻ്റെ സൂചന. ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ മാത്രം ഫോക്കസ് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആ സമയത്ത് ശരിക്കും ബുദ്ധിമുട്ടി. എന്നാൽ വെബ് ഡെവലപ്മെൻറ്റും ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറും പഠിച്ചു സീംലെസ്ലി അഡാപ്റ്റ് ചെയ്തു. ഈ ട്രാൻസിഷൻ നമ്മളൊരു വലിയ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. മാർക്കറ്റിൻ്റെ ഡിമാൻഡ് എപ്പോഴും മാറും. നമ്മുടെ കരിയറിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, കരിയർ ലോഞ്ച് വെട്ടി കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറാൻ തയ്യാറാവണം. പണ്ട് വെബ് ഡെവലപ്മെൻറ്റിന് എന്ത് പ്രാധാന്യമുണ്ടായിരുന്നു അതിന് തുല്യമാണ് ഇന്ന് AIക്കും ക്ലൗഡ് സ്കിൽസിനും ഉള്ളത്. ഈ മാറ്റങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയാൽ പ്രൊഫഷണൽസിന് ഇന്നൊവേഷൻ്റെ ഫോർ ഫ്രണ്ടിലെത്താം. സോ 2026 വരുമ്പോൾ ജോബ് പോകുമെന്നോ കരിയറിൽ കാരണം ജോലി കിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട. ഇതൊരു ഡുവൽ റിയാലിറ്റിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ചില ട്രഡീഷണൽ റോഡ്സ് കുറയുമ്പോൾ AI, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലുള്ള സ്പെഷ്യലൈസ്ഡ് പൊസിഷന് നല്ല ഡിമാൻഡ് വരുന്നുണ്ട്. ഈ ഗ്രോത്ത് ഏരിയാസിലേക്ക് തങ്ങളുടെ സ്കിൽ സെറ്റ് മാറുന്ന പ്രൊഫഷണൽസിന് ജോബ് സെക്യൂരിറ്റി, കരിയർ അഡ്വാൻസ്മെൻറ്റ്, ഒപ്പം കോമ്പറ്റീറ്റീവ് കോമ്പൻസേഷനും കിട്ടും. മറിച്ച് അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്തവർക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങളുടെ പ്രായമോ എക്സ്പീരിയൻസോ പഴയ വിജയങ്ങളോ അല്ല ഈ ഡിഫറൻഷ്യേഷൻ, മറിച്ച് ഇവോൾവ് ചെയ്യാനും അത് അപ്ലൈ ചെയ്യാനുമുള്ള കഴിവാണ്. കമ്പനീസ് എപ്പോഴും ഇന്നോവേഷനാണ് പ്രയോറിറ്റി നൽകുന്നത്. കമ്പനീസ് എപ്പോഴും അവരുടെ ഗ്രോത്തിനാണ് പ്രയോറിറ്റി നൽകുന്നത്. അപ്പോൾ ആ ഗ്രോത്തിലൊരു ഭാഗമാവാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് കമ്പനിയോട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ സേഫ് ആയിരിക്കും. അങ്ങനെയുള്ള എംപ്ലോയീസിന് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാകും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് ഒരിക്കലും ശൃംഖല ചുരുങ്ങിയല്ല, അത് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ആരാണോ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുന്നത്, അഡാപ്റ്റ് ചെയ്യുന്നത്, ഇൻ ഡിമാൻഡ് സ്കിൽസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവർക്ക് 2026 അതിനുശേഷവും നല്ലൊരു കരിയർ കെട്ടിപ്പടുത്താൻ പറ്റും. ടെക്നോളജിക്കൊപ്പം ഇവോൾവ് ചെയ്യാൻ തയ്യാറുള്ളവർക്ക് ആണ് ഭാവി ഉള്ളതെന്നാണ് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.